ഇറാൻ അമേരിക്കയുടെ വാശികൾക്ക് മുന്നിൽ അടിയറവ് പറയില്ല എന്ന് പറയുമ്പോഴും അവരുടെ ഭരണകൂടത്തിൽ ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. അമേരിക്ക ആഗ്രഹിച്ചത് അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ഭരണകൂടം ഇറാനിൽ വരണമെന്നതാണ്. ആ ലക്ഷ്യം നടന്നില്ലെങ്കിലും മറ്റൊരു ഭരണമാറ്റം ഇറാനിൽ സംഭവിക്കുന്നു അല്ലെങ്കിൽ സംഭവിച്ചു എന്ന് പറയേണ്ടി വരും. 1979 മുതൽ ഇറാൻ ഭരണ നിർവഹണം മത നേതൃത്വത്തിനായിരുന്നുവെങ്കിൽ ഇപ്പോഴത് ഇറാൻ സൈനിക സുരക്ഷാ വിഭാഗങ്ങളിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാന്റെ നിയന്ത്രണം പരമോന്നത നേതാവിനായിരുന്നു. പരമോന്നത നേതാവാണ് കാര്യങ്ങൾ തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിരുന്നത്. ഇപ്പോഴത്തെ യുദ്ധത്തിന്റെ ആദ്യ ദിനത്തിൽ കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖമനേയി വരെ അങ്ങനെ തന്നെയായിരുന്നു കാര്യങ്ങൾ. എന്നാൽ ഫെബ്രുവരി 28 ഇസ്രായേൽ US സംയുക്ത വ്യോമാക്രമണത്തിൽ ആയത്തുള്ള അലി ഖമനേയിയെ വധിച്ചു. പിന്നാലെ മകൻ മുജ്തബ ഖമനേയി പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തിന് സ്വന്തമായി കാര്യങ്ങൾ തീരുമാനിക്കാനോ തീരുമാനങ്ങൾ നടപ്പിലാക്കാനോ സാധിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നയപരമായ കാര്യങ്ങൾ പോലും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന ഇറാനിയൻ സേനാ വിഭാഗമായ IRGC കൈയടക്കിയതായാണ് വിവരം. ഭരണകാര്യങ്ങളിൽ പൂർണ്ണ നിയന്ത്രണം IRGC ഏറ്റെടുത്തുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അധികാരം സൈനിക കമാൻഡർമാരിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു. സൈനിക ജനറലുകൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അംഗീകാരം നൽകുന്ന നിലയിലേക്ക് മുജ്തബ ഖമനേയി ഒതുങ്ങി എന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. സമാധാന ചർച്ചകളിലും കാണുന്ന മാറ്റങ്ങൾ ഇതിന്റെ തെളിവാണ്. സമാധാന ചർച്ചകൾ നയപരമായ രാഷ്ട്രീയ നിലപാടുകൾ ആകേണ്ടതാണ്. എന്നാൽ തീരുമാനങ്ങൾ എടുക്കുന്ന സുപ്രീം അതോറിറ്റിയായി സൈനിക നേതൃത്വം മാറിയതോടെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനങ്ങൾ സ്വീകരിച്ചു തുടങ്ങി. ഇത് സമാധാന ചർച്ചകളെ മന്ദഗതിയിലാക്കുകയും ചെയ്തു. യുദ്ധത്തിന്റെ ആദ്യ നാളുകളിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനാണ് രാജ്യത്തിന്റെ നിലപാടുകൾ പ്രധാനമായും പറഞ്ഞിരുന്നത്. പിന്നീട് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി കളം നിറഞ്ഞു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി ഇറാൻ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫാണ് നയം വ്യക്തമാക്കുന്നത്. ഇത് അധികാരമാറ്റത്തിന്റെ തെളിവായി ചില വിദഗ്ധരെങ്കിലും വിലയിരുത്തുന്നു. ഗാലിബാഫ് മുൻ IRGC കമാൻഡർ കൂടിയാണ്. നയതന്ത്രപരമായ മറുപടികൾ നൽകുന്നതിൽ ഇറാന്റെ ഭാഗത്തുണ്ടാകുന്ന കാലതാമസത്തിന് കാരണവും ഏകീകൃത നേതൃത്വത്തിന്റെ അഭാവമാണ് എന്നാണ് റിപ്പോർട്ടുകൾ. മത നേതൃത്വത്തിന്റെ കൈപ്പിടിയിലായിരുന്ന ഇറാന്റെ ഭരണം ഇപ്പോൾ പൂർണ്ണമായും സൈനിക സുരക്ഷാ വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലായി മാറിയിട്ടുണ്ട്. ഇത് മേഖലയിലെ യുദ്ധത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും. ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ പുതിയ സെക്രട്ടറിയായ മുഹമ്മദ് ബാഗർ സോൾഗാദർ മുൻ IRGC മേധാവിയാണ്. IRGCയുടെ ഇപ്പോഴത്തെ ജനറൽമാരായ അഹമ്മദ് വാഹിദിയും അലി അബ്ദുല്ലാഹിയുമായി അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ആളുമാണ്. അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങാൻ തയ്യാറല്ല എന്നും ആണവ പദ്ധതിയെക്കുറിച്ച് ചർച്ചകൾ മാറ്റിവെക്കാനും ഇറാൻ ഇപ്പോൾ നിർദ്ദേശിക്കുന്നത് ഈ നേതൃത്വത്തിന്റെ ഇടപെടലിന്റെ ഫലമാണ് എന്ന് കരുതേണ്ടി വരും. ഭരണകൂടത്തിന് എതിരെ ശബ്ദമുയർത്തുന്നവരെ കടുത്ത രീതിയിൽ അടിച്ചമർത്തുന്നതും തെരുവുകളിൽ വൻതോതിൽ സൈനിക വിന്യാസമുണ്ട് എന്നതും സൈനിക നേതൃത്വം അധികാരം കൈയാളുന്നതിന്റെ സൂചനയായി കണക്കാക്കണം. ഇറാനിയൻ ഭരണ സംവിധാനത്തിന്റെ തലപ്പത്ത് ഇപ്പോഴും മുജ്തബ തന്നെയാണ് എങ്കിലും നയപരമായ ഒരു തീരുമാനവും അദ്ദേഹം ഇപ്പോൾ എടുക്കുന്നില്ല. മാത്രമല്ല, ഏതാനും പ്രസ്താവനകൾക്കപ്പുറം മുജ്തബയെക്കുറിച്ച് ഒരു വിവരവും ഇറാനികൾക്ക് പോലുമില്ല. ഭരണ നിർവഹണത്തിന് പറ്റാത്ത തരത്തിൽ അദ്ദേഹത്തിന് ഗുരുതര പരിക്കേറ്റു എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. യുദ്ധം ഇറാനിൽ വരുത്തിയ പ്രധാന മാറ്റവും അതുതന്നെയാണ്. സുപ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിലും പരമോന്നത നേതാവിന്റെ ഓഫീസിലും IRGCയിലുമായി കേന്ദ്രീകരിക്കപ്പെട്ടു. പക്ഷേ ജനറലുകൾ എടുക്കുന്ന തീരുമാനത്തിനപ്പുറം ഒരു തീരുമാനമെടുക്കാൻ പരമോന്നത നേതാവായ മുജ്തബയ്ക്ക് കഴിയുന്നില്ല. IRGCയും സുരക്ഷാ കൗൺസിലും നൽകുന്ന നിർദ്ദേശത്തിനനുസരിച്ചുള്ള പ്രസ്താവനകൾ ഇറക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. സൈനിക നടപടികൾക്കും സാമ്പത്തിക കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്നതും IRGCയാണ്. ചർച്ചകളിൽ നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വലിയ മന്ദഗതി ഉണ്ടായിട്ടുണ്ട്. ഇറാനികൾ പ്രതികരിക്കുന്നതിൽ വളരെ മന്ദഗതിയിലാണ് എന്ന് സമാധാന ചർച്ചകൾക്ക് നേതൃത്വം വഹിച്ച പാകിസ്ഥാനെ ഉദ്ധരിച്ച് ഒരു പാക് സർക്കാർ ഉദ്യോഗസ്ഥനും പറഞ്ഞു. തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു കമാൻഡ് ഘടന പ്രത്യക്ഷത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. ചർച്ചയിൽ ഡീലിൽ എത്താൻ താമസിക്കുന്നതിന് കാരണം ടെഹ്റാനിലെ ആഭ്യന്തര കലഹമല്ല, മറിച്ച് അമേരിക്ക ഓഫർ ചെയ്യുന്ന ഡീൽ വ്യവസ്ഥയും ഇറാൻ സൈനിക നേതൃത്വം അത് അംഗീകരിക്കുന്നതിലുള്ള അന്തരവുമാണ് എന്നാണ് വിശകലന വിദഗ്ധർ പറയുന്നത്. അമേരിക്കയുമായുള്ള ചർച്ചകളിൽ ഇറാന്റെ നയതന്ത്ര മുഖം വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയായിരുന്നു. എന്നാൽ അടുത്തിടെ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫും അദ്ദേഹത്തോടൊപ്പം ചേർന്നിട്ടുണ്ട്. അതിന്റെ പ്രതിഫലനം ചർച്ചകളിൽ കാണുന്നുമുണ്ട്. യുദ്ധാനന്തരം ഗാർഡുകൾ രൂപപ്പെടുത്തുന്ന പ്രത്യയശാസ്ത്രമായിരിക്കാം ഇറാനെ നയിക്കാൻ പോകുന്നത്. മതപൗരോഹിത്യ നേതൃത്വത്തിൽ നിന്ന് കുറെ കൂടി കർക്കശമായ സൈനിക നേതൃത്വത്തിലേക്കുള്ള ഒരു മാറ്റം. രാജ്യം യുദ്ധത്തിലാണ്.
നിയന്ത്രിക്കാൻ ശേഷിയുണ്ടായിരുന്ന അലി ഖമനേയി ഇല്ലാതാകുകയും ചെയ്തു. ഇതോടെ ഗാഡ് കോപ്സിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു ശക്തി ഇറാന്റെ ഭരണ സംവിധാനത്തിനകത്ത് ഇപ്പോഴില്ല. ഇത് വരുംകാല ഇറാന്റെ നേതൃത്വത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തുമെന്ന് കണ്ടറിയുക തന്നെ വേണം. ഇറാൻ യുദ്ധം അനന്തമായി നീളുമെന്ന ആശങ്ക പശ്ചിമേഷ്യയിൽ സംഘർഷം തുടങ്ങിയ നാളുകളിൽ തന്നെ ഉയർന്നിരുന്നു. എന്നാൽ സംഘർഷഭരിതമായ വെടിനിർത്തൽ കാലാവധി ആരും പ്രതീക്ഷിച്ചില്ല. വെടിനിർത്തൽ എന്നത് സമാധാനത്തിലേക്കുള്ള നിർണായക കാൽവയ്പായാണ് കണക്കാക്കുന്നത്. പക്ഷേ ഇറാൻ യുദ്ധത്തിലെ വെടിനിർത്തൽ പോർവിളിയുടെയും ഭീഷണികളുടേതുമാണ്. വെടിനിർത്തൽ കാലാവധിയിൽ ഇറാനെതിരെ നാവിക ഉപരോധം ഏർപ്പെടുത്തിയ അമേരിക്ക യുദ്ധചരിത്രത്തിൽ പുതിയ ഏട് എഴുതി ചേർത്തിരിക്കുകയാണ്. ഗാർഗ് ദ്വീപിൽ എത്തുന്ന കപ്പലുകളെ കടത്തിവിടാതെയും ഗാർഗ് ദ്വീപിലേക്ക് കപ്പലുകളെ പോകാൻ അനുവദിക്കാതെയും ഇറാനെ കഷ്ടത്തിലാക്കാനാണ് അമേരിക്കയുടെ ശ്രമം. അവരുടെ എണ്ണപ്പാടങ്ങൾ നശിക്കുമ്പോൾ കീഴടങ്ങുമെന്നാണ് കണക്കുകൂട്ടൽ. എന്നാൽ അതൊന്നും ഏശില്ലെന്ന് പരസ്യമായി തന്നെ പറയുകയാണ് ഇറാൻ. ഇറാന്റെ എണ്ണ സമ്പത്തിനെ തകർക്കാനുള്ള അമേരിക്കൻ നീക്കങ്ങൾ പരാജയമാണ് എന്ന് ഇറാൻ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിഗാഫ് പറയുന്നു. അമേരിക്കൻ സൈനിക നടപടികൾക്കിടയിലും എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ സുരക്ഷിതമാണ്. ഇത്രയും ദിവസം പിന്നിട്ടിട്ടും ഇറാന്റെ ഒരൊറ്റ എണ്ണ ഉൽപാദന കേന്ദ്രത്തിന് പോലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ല. ഇവിടുത്തെ എണ്ണക്കിണറുകൾ സുരക്ഷിതമായിരിക്കുന്നത് വേണമെങ്കിൽ ലൈവ് സ്ട്രീമിംഗ് നടത്തി കാണിക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇറാനെ സാമ്പത്തികമായി തകർക്കാൻ ശ്രമിക്കുമെന്ന അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റിന്റെ പ്രസ്താവനയെ പരിഹസിച്ചായിരുന്നു ഗാലിബാഫിന്റെ പ്രതികരണം. ബെസന്റിനെ പോലുള്ളവരുടെ തെറ്റായ ഉപദേശങ്ങളാണ് അമേരിക്കൻ ഭരണകൂടത്തെ വഴിതെറ്റിക്കുന്നത് എന്ന് അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട്. ഇവർ എണ്ണവില $120 മുകളിൽ എത്തിച്ചു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ബാരലിന് $140 ഉയരുമെന്നും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ ഗാലിബാഫ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ നാവിക ഉപരോധത്തെ തുടർന്ന് ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില കുതിച്ചുയരുകയാണ്.